ദ്വിദിന സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെസ്ല സിഇഒ ഇലോൺ മസ്കുമായും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സുമായും വിവേക് രാമസ്വാമിയുമായും ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മോദി ട്രംപ് നിർണായക കൂടിക്കാഴ്ച. മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും ഇന്ത്യൻ വംശജനും അതിലേറെ കേരളത്തിൽ വേരോട്ടമുള്ള വിവേക് രാമസ്വാമിയുമായിട്ടുള്ള ചർച്ചകൾ ബ്ലെയർ ഹൗസിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇതിന് തൊട്ടു മുമ്പ് ശതകോടീശ്വരൻ എലോൺ മസ്കും ആയിട്ടുള്ള ചർച്ചകളായിരുന്നു ഈ ബ്ലെയർ ഹൗസിൽ പൂർത്തീകരിച്ചത്. മസ്കിന്റെ ഇഷ്ടവിഷയങ്ങളായ ബഹിരാകാശം, മൊബിലിറ്റി, സാങ്കേതികം, അതുപോലെ നവീകരണം, ഇതൊക്കെയായിരുന്നു പ്രധാനമായും ചർച്ചയിൽ വന്നത്. മസ്കിന്റെ തന്നെ സ്പേസ് ലിങ്കിന്റെ വിപുലീകരണവും ടെസ്ലയുടെ വാഹനങ്ങളുടെ ഇന്ത്യയിലെ കൂടുതൽ വിപുലീകരിക്കുന്നതുമൊക്കെ ഈ ചർച്ചയിൽ വന്നിട്ടുണ്ട്. മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവർണൻസ് പോളിസിയാണ് ഇന്ത്യയുടേത്. ഇത് നരേന്ദ്രമോദി മസ്കിനെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ച ഫലപ്രദമെന്നാണ് നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറയുകയും ചെയ്തത്. അതുപോലെ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൾസുമായിട്ടുള്ള ചർച്ചയും അതിപ്രധാനമായിരുന്നു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ അമേരിക്ക ഒരു ഫ്രെയിംവർക്കിന്റെ അനൗൺസ്മെന്റ് അധികം താമസിയാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണ് 2 മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് പ്രാദേശിക സമയം 4 മണിയോടുകൂടി ആരംഭിക്കുവാൻ പോകുന്നത്. നാളെ പുലർച്ചെ 2:30 ഈ യോഗം, ഈ കൂടിക്കാഴ്ച നടക്കുക. ഇതിന് തൊട്ടു മുമ്പ് ഒരുപക്ഷെ US പ്രസിഡന്റ് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുവാൻ ഉള്ള സാധ്യതയുണ്ട് ആഗോളതലത്തിൽ. അതിനായിട്ട് നോക്കി നിൽക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ. അങ്ങനെ ഒരു പ്രഖ്യാപനം വരുമോ ഇല്ലയോ എന്നുള്ളത്. 2 നേതാക്കളുടെയും സംയുക്ത പത്രസമ്മേളനം ഉണ്ടാകും. ഇതിനെ തുടർന്ന് ട്രംപ് ആതിഥേയത്വം വഹിക്കുന്ന മോദിയുടെ ബഹുമാനാർത്ഥമുള്ള അത്താഴ വിരുന്നുണ്ടാകും. ഇരു നേതാക്കളും ചർച്ച ചെയ്ത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള വിശദമായ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. തന്നെയുമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ വിവാദമായ അനധികൃത ഇന്ത്യക്കാരെ അമേരിക്ക ഇന്ത്യയിൽ എത്തിച്ച നടപടിയെ പറ്റിയുള്ള ചർച്ച ഒരുപക്ഷെ വന്നേക്കാം. തന്നെയുമല്ല, ഇപ്പോൾ അമേരിക്ക 800ഓളം പേര് അനധികൃത കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി രാജ്യങ്ങൾക്ക് അയച്ചിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ 487 ഇന്ത്യക്കാരുടെ പേര് അതിലുണ്ട്. അത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ വന്നിരിക്കും. ട്രംപിന്റെ പ്രധാന വിഷയം താരിഫാണ്. അത് കുറയ്ക്കുവാനുള്ള ശക്തമായ സമ്മർദ്ദം അദ്ദേഹം മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. തന്നെയുമല്ല, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള അമേരിക്കയുടെ ഇറക്കുമതി, പ്രത്യേകിച്ച് കാർഷിക വിഭവങ്ങൾ എന്നിവയുടെ ഇറക്കുമതി കൂട്ടുവാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തും. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കമ്മി കുറയ്ക്കുവാൻ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പ്രതിരോധ മേഖലയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തന്നെയുമല്ല, ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളേണ്ടത്, പ്രത്യേകിച്ച് ചൈനയെ അമേരിക്ക എതിർക്കുന്ന ഈ സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ അമേരിക്ക അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇന്ത്യ ഇപ്പോൾ തന്നെ LNG പോലുള്ള ഇതിന്റെ ഇമ്പോർട്ട്സ് എടുക്കാം എന്നുള്ള രീതിയിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. തന്നെയുമല്ല, ഏതാണ്ട് 1 ഡസൻ കെമിക്കൽ, മെഡിക്കൽ, ഇലക്ട്രോണിക്സ് മേഖലകളിൽ താരിഫ് കുറയ്ക്കുവാനും ഇന്ത്യ സന്നദ്ധമായിട്ടുണ്ട്. അതുപോലെ ജെറ്റ് പ്ലെയിൻസ് വാങ്ങിക്കാനും ഇന്ത്യ തയ്യാറാകുന്നു. ആണവ കേന്ദ്രങ്ങളിൽ, ആണവ മേഖലയിൽ അമേരിക്കയുടെ പങ്കാളിത്തം ഇന്ത്യ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുക.